ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സിനീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മാങ്ങാത്തിരയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പോൾ ഇഷ്ടംപോലെ മാങ്ങ കിട്ടുന്ന ഒരു സീസണാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 മാങ്ങ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മളിനി നന്നായിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ജാറെടുത്ത് അതിലേക്ക് മാറ്റിയിടുക. അപ്പോൾ അതിനായി അരച്ച് കൊണ്ടുവന്ന് നമ്മളൊരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2 പ്രാവശ്യമായിട്ട് അരച്ച് കൊണ്ടുവന്ന് കടായിലേക്ക് മാറ്റി. പിന്നെ നമുക്കത് നേരെ സ്റ്റൗവിലേക്ക് മാറ്റി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈക്കൊക്കെ തെറിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് കൈവിടാതെ ഇളക്കി കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് തിളച്ച് കഴിഞ്ഞാൽ നമുക്കതിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ്. അപ്പം ഓരോരുത്തരുടെ ആവശ്യാനുസരണം മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒന്ന് ചെറുതായി കുറുകി വരുന്ന ഒരു സമയത്തേക്ക് നമ്മളിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്ത് അതിൻ്റെ നീര് കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ ഒട്ടും തന്നെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനും. കാരണം നന്നായിട്ട് ഫ്ലെയിം കൂട്ടിക്കൊടുത്താൽ തെറിക്കൽ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ ഒരു പരുവാകുമ്പോൾ ഇറക്കി വെക്കുക. പിന്നീട് നമുക്ക് വേണ്ടുന്നത് ഒരു പ്ലേറ്റിലേക്ക് എണ്ണ കുറച്ച് തടവി കൊടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു സ്പൂൺ എടുത്ത് അതിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ തടവി കൊടുക്കുക. കാരണം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുറകിൽ എണ്ണ തടവാൻ പറയുന്നത്. അപ്പോൾ അതിനെ നമ്മളൊന്ന് പ്ലേറ്റിലേക്ക് നിരത്തി ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് നല്ല വെയിലാണെങ്കിൽ ഒരു 2 ദിവസത്തെ വെയിൽ മതിയാവും. അപ്പോൾ അതിന് ഒരു വലയോ നല്ലൊരു നേരിയ തുണിയോ എന്തെങ്കിലും ഇട്ടൊന്ന് പൊത്തി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഉണക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം പിന്നീട് നമ്മളത് ഒന്ന് ഒരു കത്തി വെച്ച് അതിൻ്റെ ചുറ്റും ഒന്ന് ഇളക്കി വിട്ട് കൊടുക്കുക. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പം എന്താ എൻ്റെ മാങ്ങാത്തര കട്ട് ചെയ്ത് നല്ല റോളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം വളരെ ടേസ്റ്റിയാണ്. നമുക്ക് 1 വർഷം വരെ ഇത് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു ചെറിയ വീഡിയോ വരുന്നവരെയും ഗുഡ് ബൈ.